ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. ഇപ്പോൾ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 1.5 മുതൽ 2 വരെ ചേർത്ത് കൊടുക്കാം. അപ്പോഴും മുട്ട ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമാണ് കേട്ടോ. ഇപ്പോൾ പഴത്തിൻ്റെ തോലൊക്കെ കറുത്തിട്ട് കളയാൻ വെച്ചിരിക്കുന്ന പഴവും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചൂടുകാലം ആയതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുട്ട പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടിയുമാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെ. വേണ്ട, ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തത് ഒന്ന് ചുഴറ്റിയെടുത്തതും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത് ഉണ്ടോ. ഈ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂണുമാണ് കേട്ടോ. 1 കപ്പ് വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോരാതെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ആ ഒരു രീതിയിൽ നമ്മൾ കലക്കിയെടുത്താൽ മതി. കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ അതെ ഇതേപോലെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചത്. നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഓയിൽ ഇല്ലാതെയും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. രണ്ടാമത് ഞാൻ ഓയിലില്ലാതെയും തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഏകദേശം ഒരു 2 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചെറുകിയെടുത്തിട്ടുള്ള കുറച്ച് തേങ്ങയാണ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനം നമ്മളിത് പാലൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയാകും. അപ്പം പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പഴം ചേർത്തുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കോ അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഒട്ടിപ്പിടിക്കോ ഒന്നുമില്ല കേട്ടോ. അതെ, ഇതിവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരെണ്ണം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ എണ്ണ ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെയും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നല്ല ഹോളൊക്കെ വീണിട്ടുള്ള നല്ല അപ്പമായിരിക്കും ഉണ്ടാവുക. ഇത് 1 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് മതിയെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഓയിലോ നെയ്യോ ഏതാ വേണ്ടത് വെച്ചാൽ ഉപയോഗിക്കാവുന്നതുമാണ്. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ലൈക്ക് തന്നേക്കും കേട്ടോ. ലൈക്ക് നമുക്ക് പ്രധാനം തന്നെയാണ്. അപ്പോൾ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഒരുപാട് മുന്നിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തരാൻ മറക്കരുത്. നമ്മൾ എണ്ണ ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അത് നോക്കുക. അപ്പം നമ്മൾ സാധാരണ പാലപ്പത്തിനൊക്കെ കാട്ടുന്ന പോലെ ഒരല്പം ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. മറ്റേത് കുറച്ച് കട്ടി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും കൂടിയും കട്ടി കുറവായിരിക്കും. ഒരല്പം തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. തേങ്ങ നിങ്ങൾ ഒഴിവാക്കിക്കളാം, കുഴപ്പമില്ല. തേങ്ങ ഇല്ലാതെയും തയ്യാറാക്കാം. തേങ്ങ ഇതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ പാലൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ തേങ്ങയൊക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കുകൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നുകയും ചെയ്യും. അത്രക്കും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഒന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. അരിപ്പൊടി മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനമല്ലേ. അപ്പോൾ കണ്ടോ, ഇതേപോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്നതല്ലേ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് കമൻറ്റൊക്കെ കുറവാണ്.
നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. എന്നെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് അതേപോലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തന്നെ സഹായിക്കണം, എന്നെങ്കിൽ തന്നെ ആകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള നല്ല സൂപ്പർ അപ്പം, നല്ല ഇൻസ്റ്റൻ്റായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം പാലൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ 2 ഉള്ളി ഒന്ന് വറുത്തിട്ട് അതിലേക്ക് നെയ്യിലാണ് കേട്ടോ, 1 ടീസ്പൂൺ നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ഞാൻ പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മടിയായതുകൊണ്ട്, തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയായതുകൊണ്ടാണ് പശുമ്പാൽ എടുത്തുനിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പശുമ്പാലിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒന്ന് താളിച്ചെടുത്തതാണ്. അല്പം ഏലക്കപ്പൊടിയും പാലിലേക്ക് ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ മധുരവും ചേർക്കാം. അപ്പോൾ ഒരപ്പം എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലല്ല, സോറി, പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇനി ഇതിങ്ങനെ ഒന്ന് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. നല്ല അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഒരെണ്ണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത് ഫുള്ളും കാലിയാക്കി പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.